അല്ലമീനാണ് വിവരങ്ങൾ നൽകുന്നത്. അല്ലമീൻ, ഇപ്പോൾ 189 മൃതദേഹങ്ങളാണ് സംസ്കരിക്കാനുള്ളത്. 3 മണിക്ക് സംസ്കാര ചടങ്ങുകൾ തുടങ്ങുന്നു. പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഈ കാലത്ത് കാണാൻ വെക്കുന്നുണ്ട് ആ സ്ഥലം മുഴുവൻ നമുക്ക് അത് സ്മൃതി പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഭൂമിയിലാണ്, 64 സെന്റ് ഭൂമിയിലാണ് തിരിച്ചറിയപ്പെടാത്തവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത്. ഇന്നലെ 8 പേരെ ഇവിടെ മറമാടിയിരുന്നു. നമുക്കത് കാണാം. വരിയായി ആരും തിരിച്ചറിയപ്പെടാതെ പോയ 8 പേരുടെ മൃതദേഹങ്ങൾ. പക്ഷേ എല്ലാവരുടേതുമാണ് ഇവിടെയുള്ള ഓരോരുത്തരുടെയും കുഴിമാടങ്ങൾ. നമുക്കറിയാം, ഒരു കുഴിമാടം നമുക്ക് വേണ്ടപ്പെട്ടവരുടേതായിരിക്കും. പക്ഷേ ഇവിടെയുള്ളത് സംബന്ധിച്ച് തിരിച്ചറിയപ്പെടാതെ പോയതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും എല്ലാവരുടെയുമായി മാറിയ കുഴിമാടങ്ങളാണ് ഈ 8 പേർ. അവരുടെ പേരറിയില്ല, അവരുടെ വിലാസം അറിയില്ല, അവരുടെ സംബന്ധിച്ച വിവരങ്ങളില്ല. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി DNA നമ്പർ അവരുടെ കുഴിമാടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നമ്പർ മാത്രമാണ്, ഈ അക്കങ്ങൾ മാത്രമാണ് അവരെ തിരിച്ചറിയാനൊരു അടയാളമായി ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. മറ്റു സംസ്കാരങ്ങൾ ഇന്നലെ 8 പേരെയാണ് ഇന്ന് സംസ്കരിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കുഴിമാടങ്ങൾ ഇന്നലെ ഏതാണ്ട് 30ഓളം കുഴിമാടങ്ങൾ ഇന്നലെ തന്നെ തയ്യാറാക്കിയിരുന്നു. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ അത് ദൃശ്യങ്ങളിൽ കണ്ടതുമാണ്. ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങളും അതിനുവേണ്ട നടപടിക്രമങ്ങളും ഒരു ഭാഗത്ത് സജീവമായി തന്നെ നടക്കുകയാണ്. കൂടുതലിടങ്ങളിലേക്ക് കുഴികളെടുക്കുന്നുണ്ട്. ആകെ 189 മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കുമെന്നുള്ളതാണ് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത്. അതിൽ 31 മൃതദേഹങ്ങളും അതുപോലെ 158 മൃതദേഹ ഭാഗങ്ങളുമുണ്ട്, ശരീര ഭാഗങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതിൽ മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഓരോ ശരീരഭാഗങ്ങളും ഓരോ കുഴിയിലായി അടക്കം ചെയ്യുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ലഭിച്ച വിവരം ശരീരഭാഗങ്ങളെല്ലാം കൂടി ചിലപ്പോൾ ഒരുമിച്ച് മറമാടുമെന്നുള്ള വിവരം വന്നിരുന്നു. പക്ഷേ ഓരോ ശരീരഭാഗത്തെയും ഓരോ മൃതദേഹമായി തന്നെ പരിഗണിച്ചുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് അതിന് ഓരോ കുഴി സ്ഥാപിച്ചുകൊണ്ട് ആ കുഴിയിൽ മറമാടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ നിൽക്കുന്ന ഭൂമി, പുത്തുമലയിലെ ഈ ഭൂമി കുഴിമാടങ്ങൾ കൊണ്ട് നിറയുന്നൊരു കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി വരും. 189 കുഴികൾ അത്തരത്തിൽ രൂപപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കും. ഇന്നലെ നിരവധി ആളുകളാണ് സ്മൃതി ഇവിടേക്ക് ഒഴുകിയെത്തിയത്. ആരെന്നറിയില്ല, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കുറേ നാളുകളായി അവർ കാത്തിരിക്കുന്നുണ്ട്. പലയിടങ്ങളിലും ബന്ധുക്കൾക്ക് വേണ്ടി അലയുന്നുണ്ട്, പരക്കം പായുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും കിട്ടാതെ എവിടെയോ കാണാമറയത്തിരിക്കുന്ന തങ്ങളുടെ ബന്ധുക്കൾ, അവരുടെ മൃതദേഹങ്ങൾ എങ്ങാനും അവർ ഇന്നലെ വന്ന കൂട്ടത്തിലുണ്ടോ എന്ന പ്രതീക്ഷയോടെ വന്ന നിരവധി പേരെ നമ്മൾ ഇന്നലെ ഇവിടെ കണ്ടിരുന്നു. അവരിൽ ചില ആളുകളുടെ കുടുംബത്തിൽ നിന്ന് നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ചില ആളുകളുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചത്. ഇനിയുമേറെ ആളുകളുടെ മൃതദേഹം ലഭിക്കാനുമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ 4 മണിയോടുകൂടി സംസ്കാരം നടക്കുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി DNA സാമ്പിളിംഗ് എല്ലാം കഴിഞ്ഞതിൻ്റെ പ്രോട്ടോകോൾ നടപടികളൊക്കെ പൂർത്തീകരിച്ച് വന്നപ്പോൾ അതിന് 8:30 സംസ്കാരം നടന്നത്. ഇന്നിപ്പോൾ 3 മണിക്ക് സംസ്കാരം നടക്കുമെന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ ഇന്ന് അധികം വൈകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. സർവ്വമത പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് എല്ലാവർക്കും അന്ത്യയാത്രാമൊഴി ഇന്നലെ ചൊല്ലിയത്. വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾ, വിവിധ വിശ്വാസ പ്രമാണങ്ങൾ അനുഷ്ഠിച്ച ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവർക്ക് അന്ത്യയാത്രാമൊഴിയും ആ വിധത്തിൽ തന്നെ അവരുടെ ആ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് തന്നെ നൽകി എന്നുള്ളതാണ്. പക്ഷേ സാധാരണഗതിയിൽ ഒരാൾ മരിച്ചാൽ ഒരാൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഓരോ മതവിഭാഗങ്ങളും പ്രാർത്ഥിക്കുക. പക്ഷേ ഇന്നലെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. ആ തരത്തിൽ ആരുമല്ലാതിരിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത ആളുകൾ എത്രയോ പേരുടെ പ്രിയപ്പെട്ടവരായി മാറുന്നു. അവർക്ക് ആ അർത്ഥത്തിലൊരു യാത്രയപ്പ് നൽകുകയും ചെയ്തു. ഇന്നും ആ തരത്തിൽ സമാനമായ വിധത്തിൽ സർവ്വമത പ്രാർത്ഥനയൊക്കെ നടത്തി തന്നെയായിരിക്കും അവർക്ക് അന്ത്യയാത്ര നൽകുക. സർവ്വമത പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഈ പ്രദേശത്ത് കുഴിയെടുക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം 189 മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കേണ്ട സാഹചര്യം, അത് ദൈർഘ്യമേറിയ ഒരു ചടങ്ങായിരിക്കുമെന്നുള്ള കാര്യം മന്ത്രി കെ രാജൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പുത്തുമല എന്നുള്ള പ്രദേശം നേരത്തെ ഒരു ദുരന്തം നടന്ന പ്രദേശമാണ്. പുത്തുമലയിൽ പൊലിഞ്ഞ 5 പേരെ ഇനിയും കണ്ടെത്താത്ത ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഇപ്പോൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നതിലേക്ക് നീങ്ങുമ്പോൾ അക്കാഴ്ച എങ്ങനെയാണ് അല്ലമീൻ നമുക്ക് പറയാനാവുക? ഒരേ വരിയിൽ എത്ര കുഴിമാടങ്ങളാണ് ഒരുക്കുന്നത്?
സ്മൃതി 5 വർഷം മുമ്പ് നടന്ന ഒരു ദുരന്ത ഭൂമിയാണ്. ആ ദുരന്ത ഭൂമിയിലേക്കാണ് ഇപ്പോൾ ദുരന്തത്തിനിരയായവർ കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഓരോ വരിയിലും 8ഉം 9ഉം 10ഉം കുഴികൾ വീതമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് കൂടുതൽ കുഴികൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ലഭിച്ചിരുന്നൊരു സൂചന ശരീരഭാഗങ്ങൾ എല്ലാം ഒന്നിച്ച് മറമാടിയേക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീടാണ് അതങ്ങനെ വേണ്ട, ഓരോ ശരീരഭാഗങ്ങളും ഓരോ മൃതദേഹം എന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ട് മറമാടാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ശരീരഭാഗങ്ങൾക്കും പ്രത്യേകം കുഴികളെടുക്കുമെന്ന് പറയുമ്പോൾ കുഴിമാടങ്ങൾ കൊണ്ട് നിറയുന്ന കാഴ്ച തന്നെയായിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്താണ് ഇന്നലെ കുഴിമാടങ്ങൾ എടുത്തു തുടങ്ങിയത്. അവിടെ തന്നെ കുറച്ചുകൂടി വിശാലമായി കൂടുതലിടങ്ങളിലേക്ക് കുഴിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്ത് മറ്റൊരു ഭാഗത്തും ഇപ്പോൾ കുഴിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷേ ചെറിയ ചെറിയ കുഴികൾ, അതായത് ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നതിന് ആ കുഴികൾ മുകളിലായിരിക്കും. അതൊരു പക്ഷേ ചെറിയ കുഴികളായിരിക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ കുഴികളാണ്. അത് ഒരു ശരീരം പൂർണ്ണമായ തോതിൽ അടക്കം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ കുഴികളാണ് നിലവിലെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഓരോ ശരീരഭാഗങ്ങളും പ്രത്യേകം അടക്കം ചെയ്യുമ്പോൾ ചെറിയ കുഴികൾ മതിയാകും. അതിന് വേണ്ട രീതിയിൽ മുകളിലും കുഴിയെടുക്കുന്നുണ്ട്. അവിടെ കുഴിയെടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 വർഷം മുമ്പ് നടന്ന ഒരു ദുരന്തം, പുത്തുമല ദുരന്തം, ആ ദുരന്തത്തിൽ പൊട്ടിയിറക്കി വന്ന മലകളും മണ്ണും വെള്ളവും പാറക്കൂട്ടവും ഒക്കെ വന്ന് അടിഞ്ഞൊരു പ്രദേശത്തു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപക്ഷെ അന്നത്തെ ദുരന്തത്തിൽ കാണാതായ ആളുകൾ പലരും ഇന്ന് ഈ മണ്ണിനടിയിൽ ഉണ്ടായേക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല. അങ്ങനെ അവരുടെ ആ മനുഷ്യന്മാരുടെ ഗന്ധമുള്ള ഒരു മണ്ണ് കൂടിയാണ് പുത്തുമലയിലെ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്നുള്ളതാണ് ഏറെ പ്രധാനം. ആ മണ്ണിലേക്കാണ് 5 വർഷം ഇപ്പുറം നടന്ന ഒരു ദുരന്തത്തിന് ഇരകളായവർ കൂടി വന്നടിയുന്നത് എന്നുള്ളത് ഏറെ പ്രധാനം. അന്ന് പുത്തുമല ദുരന്തത്തിൽ അവർ ബോധപൂർവം ഇവിടേക്ക് വന്നതല്ല. പ്രകൃതി സംഹാര താടവമാണ്ടിയപ്പോൾ അവരെ ഇവിടെ കൊണ്ടെത്തിച്ച് ഈ മണ്ണിനടിയിലേക്ക് അവരെ താക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മനുഷ്യൻ തന്നെ പണിയെടുത്ത് അവരെ ഈ ഭൂമിയിലേക്ക് ഇപ്പോഴത്തെ ദുരന്തത്തിന് ഇരകളായവരെ പാർപ്പിക്കുന്നൊരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. നിരവധി ആളുകൾ ഇന്നലെ വന്നിരുന്നു സ്മൃതി. അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി അവർക്കൊരു യാത്രാമൊഴി നൽകുന്നതിന് വേണ്ടി തന്നെയാണ് പലരും ഇവിടെ എത്തിയത്. പക്ഷേ പലർക്കും കരയാനാകുന്നുണ്ടായിരുന്നില്ല. പലരുടെയും മനസ്സ് മരവിച്ച അവസ്ഥയിലായിരുന്നു ഇവിടേക്ക് ആളുകൾ ഓരോരുത്തരും എത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ആശുപത്രി മോർച്ചറിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തണുത്തുറഞ്ഞ് മരവിച്ച ശരീരങ്ങളാണ് ഇവിടേക്ക് വന്നത്. അവരെ സ്വീകരിക്കാൻ, അവരെ ഏറ്റുവാങ്ങാൻ ഇവിടെ ഇരുന്നത് മനസ്സ് മരവിച്ച കുറേ മനുഷ്യക്കൂട്ടങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. കരയാൻ പോലും പറ്റുന്നില്ല. അവരുടെയൊക്കെ മനസ്സിനുള്ളിൽ വല്ലാത്ത തേങ്ങലുണ്ടാകും, വല്ലാത്ത വിങ്ങലുണ്ടാകും. പക്ഷേ അത് എങ്ങനെ അത് പ്രതിഫലിപ്പിക്കണമെന്നോ എങ്ങനെ അത് പ്രകടിപ്പിക്കണമെന്നോ അറിയാതെ ഒരു ചത്തുജീവിക്കുന്ന അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഏതാണ്ട് അതിന് സമാനമായ സാഹചര്യമാണ്. നമ്മളിവിടെ ഈ വയനാട് ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും ആ ദുഃഖത്തിൻ്റെ ആഴവും അതിൻ്റെ വ്യാപ്തിയും അത് കൂടുന്നു എന്നല്ലാതെ ആശ്വാസത്തീരത്തേക്ക് കൈപിടിച്ചുയർത്താൻ പറ്റുന്ന ഒരു വാർത്തയും ഒരു കാഴ്ചയും ഒരു അനുഭവവും നമുക്കിവിടെ നിന്ന് പങ്കുവയ്ക്കാനില്ല എന്നുള്ളതാണ്.